3 ലക്ഷം രൂപ വരുമാനം. ഞാൻ പോയിട്ട് എനിക്ക് ഞണ്ടെടുക്കാൻ പോകും. പയ്യൻ മേടിച്ച മിഡിൽ ക്ലാസ് ഫാമിലി ആയിട്ട് ഹരിപ്പാടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ തമ്പ് ഇംപ്രഷനിലൊന്ന് ക്ലിക്ക് ചെയ്യും. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞങ്ങളുടെ കമൻറ്റ് രൂപത്തിൽ അയക്കുകയും ചെയ്യണേ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു ഞണ്ടുകളുടെ ഒരു അടിപൊളി കാഴ്ചയാണ്. പച്ച ഞണ്ട്, വലിയ ഞണ്ട്, ചെറിയ ഞണ്ട്, കറുത്ത ഞണ്ട്, കടിക്കുന്ന ഞണ്ട്, അങ്ങനെ ഞണ്ടിൻ്റെ പലവിധം കാഴ്ചകളുണ്ട് ഈ ഫാമിൽ. ഈ ഫാമിലെ അടിപൊളി കാഴ്ചകളിലേക്ക് എല്ലാ കൂട്ടുകാരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അപ്പം ഇന്ന് നമ്മൾ 4 ലക്ഷം രൂപ വരുമാനമുള്ള ഒരു ഞണ്ട് കർഷകൻ, കേരളത്തിലെ ഒരു ഞണ്ട് കർഷകൻ്റെ കാഴ്ചകളിലേക്കാണ്, അല്ലെങ്കിൽ ഞണ്ടിൻ്റെ ഒരു ലോകത്തിലേക്കാണ് നമ്മൾ ഇറങ്ങിച്ചെല്ലാൻ പോകുന്നത്. ശനിയാഴ്ച നമുക്ക് ഞണ്ടിൻ്റെ അങ്ങോട്ട് ഒരു നല്ല അടിപൊളി വീഡിയോ തന്നെ എടുത്തേ. നമ്മുടെ ഫാമും സെറ്റപ്പ് ഞണ്ട് വളർത്തുന്നതാണ്. കുഞ്ഞു ഞണ്ടുണ്ട്, വലിയ ഞണ്ടുണ്ട്. ഇതിനെ നമ്മൾ ഇല്ലടാ, നീ പഠിക്കാട്ട് പഠിയാ, താഴെ ഇടരുത്, വീട് കാഴോട്ട് വിടരുത്, കടിക്കത്തൊന്നുമില്ല, കുത്തിയാലും വിടരുത്, കടിക്കത്തുന്നതെല്ലാം പോകും. ഇതുണ്ടോ, ഇത് ആണോ ഒരു മനുഷ്യന്. ഞാൻ ഒരിക്കലും ഈ വീഡിയോ ഇത് നമ്മൾ ഒരിത് ചെയ്തതായിരുന്നു. വീണ്ടും ഒന്നുകൂടെ വന്നതാണ്. ഇവിടെ അത്രയ്ക്ക് വലിയ ഞണ്ടുകളൊക്കെ കിട്ടുന്നത് കണ്ടുകൊണ്ട് ഇവിടെ വന്നതാണ് കേട്ടോ. കാരണം ഇവർ കൊഴുപ്പിക്കലാണ് പരിപാടി. ഞണ്ടിനെ പിടിച്ച്, കുഞ്ഞു ഞണ്ടിനെ ഇട്ട് വെള്ളത്തിലിട്ടിട്ട് അതിനെ കൊഴുപ്പിച്ച് വലുതാക്കുന്ന ഒരു പരിപാടിയാണ്. ഒരു ഞണ്ടിൻ്റെ വലുപ്പമൊക്കെ ഉണ്ട്, ഒരു മനുഷ്യൻ്റെ തലയുടെ അത്രയും വലുപ്പമുണ്ട് ഒരു ഞണ്ടിന്. ഇതൊക്കെ ശരിക്കും പറ ചേട്ടാ, ഇതെങ്ങനെ എക്സ്പോർട്ടിങ്ങിൻ്റെ പരിപാടിയല്ലേ? ഓക്കെ, എക്സ്പോർട്ടിങ്ങിൻ്റെ പരിപാടിയാണിത്. അപ്പം ഈ ജീവനുള്ള ഞണ്ടുകളെയൊക്കെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവരുടെയും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഈ വീഡിയോ ഇടുന്നത്. ഇതുണ്ടോ, ഈ ഇപ്പം നമ്മൾ കയറി വന്ന ഫാമാണ്. ആ ഫാമിൻ്റെ അകത്തോട്ട് നോക്കി കഴിഞ്ഞാൽ ഫുള്ള് ഞണ്ടിൻ്റെ കൃഷിയുടെ സെറ്റ് ചെയ്തിട്ടേക്കുക ഇഷ്ടം പോലെ. അതായത് ഫുള്ളായിട്ട് ഇങ്ങനെ ഫുള്ള് ഇത് കിടക്കുവാണ്. ഇതിൻ്റെ അകത്ത് ഫുള്ള് ഞണ്ടാണ്. ഇത് കൂടാതെ ഈ തൊട്ട് ഇത് കാണുന്ന ലൊക്കേഷൻ തന്നെ കണ്ട സെറ്റപ്പാണ്. അതുകൊണ്ടോ ഇതിൻ്റെ സൈഡ്, കായലിൻ്റെ സൈഡിലാണ് ഓരോ സെക്ഷനായിട്ട്, ചെറുത് വലുത് എന്നൊക്കെയുള്ള സെക്ഷനായിട്ട് മാറ്റി ഞണ്ടിനെ ഇട്ടേക്കുവാണ്. അപ്പം ഇവിടെ ഞണ്ട് വളർത്തേണ്ട ബാക്കിയുള്ള വിശേഷങ്ങളും ഞണ്ടിനെയൊക്കെ നമുക്ക് നേരിട്ട് കാണാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്കൊരു ബോർഡ് കാണിക്കാനുണ്ട് ഇവിടെ കേട്ടോ. ഇത് കണ്ടോ, കേരള സർക്കാർ ഫിഷിങ്സ് വകുപ്പ് വെച്ചേക്കുന്ന ജനകീയ മത്സ്യകൃഷി. അതിൻ്റെ അത് ഞണ്ടിൻ്റെ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. കൊഴുപ്പിക്കൽ പദ്ധതിയാണ് ഇവിടെ. ഇതിൻ്റെ വേറെ ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞണ്ടിൻ്റെ വിശേഷങ്ങൾ കണ്ടിട്ട് ഇവരെ വിളിക്കണമെന്നുണ്ടെങ്കിൽ ഇതിലെ നമ്പറിൽ വിളിക്കുക. ഒരു അടിപൊളി പരിപാടി എന്ന് വെച്ചാൽ ആലപ്പുഴ ജില്ലയുടെ പരിപാടിയുണ്ടോ, ആലപ്പുഴ ജനകീയ മത്സ്യകൃഷിയുടെ 2ാം ഘട്ടം ആലപ്പുഴ ജില്ലയുടെ പരിപാടിയാണ്. അപ്പം അവരെ ഇതിൻ്റെ അകത്ത് വിളിക്കേണ്ട നമ്പറൊക്കെയാണ് ഈ കൊടുത്തേക്കുന്നത്. എന്തായാലും ബാക്കി ഞണ്ടിൻ്റെ കാര്യങ്ങളും കാഴ്ചകളിലേക്കൊക്കെ നമുക്ക് പോകാം. നമ്മുടെ കായംകുളം കായലിൻ്റെ തൊട്ട് സൈഡിലായിട്ട് കേട്ടോ ഈ ഒരു ഞണ്ടിൻ്റെ ഫാം. ഇത് കണ്ടോ, ഓരോ ജലത്തിൻ്റെ ഓരോ സെക്ഷൻ അനുസരിച്ച് ആ ഒരു നാച്ചുറൽ കാര്യങ്ങൾ നമ്മുടെ ഞണ്ടിന് കിട്ടുന്നു എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു സവിശേഷത.
നമ്മളെ കായംകുളം കായലിനോട് ചേർന്ന് ഏറ്റവും രുചിവിശേഷങ്ങളുള്ള മീൻ കിട്ടുന്ന കായംകുളം കായലിനോട് ചേർന്നാണ് ഈ ഫാം പ്രവർത്തിക്കുന്നത്. ഈ ഫാമിൻ്റെ ഓരോ സെക്ഷൻ ഉണ്ട് കേട്ടോ, കണ്ടോ ഫിൽറ്ററിങ് കാര്യങ്ങൾ അവർ ഓരോരോ സെക്ഷനായിട്ട് ഇതിട്ടേക്കുക. ഇതിൻ്റെ അകത്ത് വേറൊരു സെക്ഷൻ ഇത് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എവിടെ മോട്ടറിൽ നിന്നൊന്നും അടിച്ചു കയറ്റുന്ന വെള്ളമല്ല കേട്ടോ, ഇവിടുത്തെ ഒറിജിനൽ വെള്ളം തന്നെ അവിടെ ചെന്ന് അവർക്ക് അനുയോജ്യമായുള്ള വെള്ളം കിട്ടുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. സാധാരണ ഉള്ള കർഷകരൊക്കെ ആണെങ്കിലും വെള്ളമൊക്കെ ഓരോ മോട്ടറിൽ നിന്ന് അടിച്ചു കയറ്റുന്നതും കുഴൽക്കിണറിൽ അടിച്ചു കയറ്റുന്നത് അങ്ങനെയൊക്കെയുള്ള സെറ്റപ്പുകളൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നുമല്ല. ഇവിടെ സെറ്റപ്പ് എന്ന് വെച്ചാൽ നാച്ചുറലായിട്ടാണ് മൊത്തം, ചുറ്റും ജലത്തിൻ്റെ ഒരു സ്രോതസ് ഉള്ളത് കൊണ്ട് തന്നെ ഇവർക്ക് മാക്സിമം അതിൽ നിന്ന് തന്നെ ഇങ്ങോട്ട് വെള്ളം കളക്ട് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഏക്കർ കണക്കിന് സ്ഥലത്താണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഫാം നിൽക്കുന്നത്. ഒരു ഫിൽറ്റർ ചെയ്തിട്ടേക്കുന്ന കേട്ടോ. ഇതിൻ്റെ ഫിൽറ്ററിങ്ങിൻ്റെ മോട്ടർ എവിടെ ആയിട്ടാണ് ഇരിക്കുന്നത്? ഫിൽറ്ററിൻ്റെ മോട്ടറൊക്കെ നമുക്ക് മോട്ടറൊക്കെ ഒന്ന് നോക്കാം കേട്ടോ. ആ കൊള്ളാമല്ലോ ഇത് പരിപാടി. സാധാ മോട്ടർ അല്ലല്ലേ ഇത് ഫിൽറ്ററിങ്ങിനായിട്ട് മാത്രം. ഫിൽറ്ററിങ് എന്താ ഉദ്ദേശിക്കുന്നത്? ഇത് ഓക്സിജൻ കിട്ടാനായിട്ട്, ഓക്സിജൻ കിട്ടാനായിട്ടുള്ള ഇതല്ലേ? കൊള്ളാമല്ലോ സംഭവം. ഞണ്ടിനെ പിടിക്കുമോ കേട്ടോ ഇത്? ആ ഓക്കെ ഞണ്ടിനെ പിടിക്കുന്ന ഒരു പരിപാടിയാണ് ഇപ്പോൾ ഈ ചേട്ടൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഒരു ഞണ്ടിനെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഞണ്ടിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ചേട്ടാ ഇങ്ങോട്ടൊന്ന് കൊണ്ടുവരുമോ? ഇവിടെ വെക്കണം, ഞാൻ കെട്ടും. ഇവിടെ വെച്ച് നമ്മുടെ ഈ ചേട്ടനെ കൊണ്ടൊന്ന് കെട്ടിക്കാം. ഗജഗില്ലാടി സാധനമാണ് കേട്ടോ. ഞാൻ മുമ്പേ പറഞ്ഞു വിട്ടു, നല്ല അടിപൊളി സാധനമാണ്. ചേട്ടാ ഇതിന്റെ ചില ഞണ്ടുകളുടെയൊക്കെ പ്രത്യേകത പറയുമല്ലോ, അതെങ്ങനെ ഇത് നോക്കി വായിക്കണം എന്നൊക്കെ പറയാം? നോക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇങ്ങനെയാണ് ഈ ഞണ്ട്. നമ്മൾ ഇവിടെ ഇത് വാട്ടർ ഗ്രേഡിങ് സെല്ല് അതിൻ്റെ ഏതേട്ടാ? ഇതാ ഗ്രേഡിങ് സെല്ല്. ആഹാ, ഈ ഗ്രേഡിങ് സെല്ല് നമ്മൾ നല്ലതുപോലെ അമക്കി നോക്കണം. ആഹാ, നല്ലപോലെ അമക്കി ഒരു ശകലം പോലും അനങ്ങരുത്. ഞെക്ക് കൊള്ളാൻ പാടില്ല. ഞെക്ക് കൊള്ളാൻ പാടില്ല. ഞെക്ക് കൊള്ളാത്തതുകൊണ്ടാണ് നമുക്ക് എക്സ്പോർട്ടിങ് പോകുന്നത്. ഞെക്ക് കൊള്ളുന്നതാണെങ്കിൽ അത് വാട്ടർ ഞണ്ടാണല്ലേ? വാട്ടർ ഞണ്ടെന്ന് വെച്ചാൽ എന്താ ചേട്ടാ? അധികം മാംസം കാണത്തില്ല അല്ലേ? ഓക്കെ 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 ഓക്കെ. അത് നമുക്ക് എക്സ്പോർട്ടിങ് പോകത്തില്ല. ആ വാട്ടർ ഞണ്ടിനെ നമ്മൾ ഞെക്കുള്ള ഞണ്ടിനെ കൊണ്ടുവന്ന് ഈ ഫാമിലിട്ട് ഇതിനകത്തിട്ട് നമ്മൾ ഒരു 20 ദിവസം തീറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് മഡ് ക്രാബായിട്ട് കിട്ടും. നമുക്കപ്പോൾ എക്സ്പോർട്ടിങ്. ചേട്ടാ ഇതിൻ്റെ കച്ചവടമൊക്കെ എങ്ങനെയാ? ഇത് കച്ചവടം ഞങ്ങൾ രാത്രിയിൽ ഇതിനെ പിടിക്കും. ടോർച്ചടിച്ച് രാത്രി നോക്കി പിടിക്കും. അല്ല എക്സ്പോർട്ടിങ്ങിന് കൊടുക്കുന്നത് അത് എങ്ങനെയാണ്? ഞങ്ങൾ ഇവിടുന്ന് മദ്രാസിനാണ് അയക്കുന്നത്. KKV എന്ന് പറയുന്ന കമ്പനിക്കാണ് ഞങ്ങൾ അയക്കുന്നത്. അത് നമുക്ക് എല്ലാ ദിവസവും എക്സ്പോർട്ടിങ് ആയി പോകും. എല്ലാ ദിവസവും പരിപാടി ഉണ്ടല്ലേ? എല്ലാ ദിവസവും നമുക്ക്. നിങ്ങൾ കൊച്ചു ഞണ്ടുകളെയാണ് ഇതിൻ്റെ അകത്ത് ഇടുന്നത്? കൊച്ചു ഞണ്ടിന് ഇതിനായി വലിയ ടാങ്കിനകത്ത് വലിയ ഇതിൻ്റെ അകത്ത് ഇടും അല്ലേ? വലിയതിനകത്തിട്ട് നമ്മൾ ഇതിനകത്ത് നമ്മൾ രാത്രി പിടിച്ച് രാവിലെ ആകുമ്പോഴത്തേക്ക് വലുതാകുന്ന ഞണ്ടിനെ ഇപ്പുറത്തെടുത്തു. വലുതെന്ന് പറഞ്ഞാൽ ഞെക്കുള്ള ഞണ്ട്. ഞെക്ക് ഞണ്ട് വലിയ ഞണ്ടിൽ നമുക്ക് ഞെക്കുള്ള ഞണ്ട് കിട്ടുകയാണെങ്കിൽ നമ്മൾ അതിനെടുത്ത് ഇതിനകത്തിട്ടിട്ട് നമ്മൾ 15-20 ദിവസം നമ്മൾ ഇതിനകത്തിട്ട് തീറ്റി കൊടുത്ത് ടാങ്കിനകത്തിട്ട് തീറ്റി കൊടുത്ത് നമ്മൾ വീണ്ടും നമ്മൾ ഇതിനെ പിടിച്ച് വീണ്ടും നമ്മൾ കയറ്റി വിടും. അത് ശരി, അങ്ങനെയാണ് സംഭവം. എന്തോ അതിന് പറയുന്ന ഒരു പേരുണ്ടല്ലോ. അല്ല ഇത് ഇങ്ങനെ തീറ്റി കൊടുത്ത് ഞണ്ട് കൊഴിപ്പിക്കൽ. ആ ഓക്കെ ഓക്കെ, ഞണ്ട് കൊഴിപ്പിക്കൽ. ചേട്ടൻ്റെ പേരെങ്ങനെയായിരുന്നു? കുഞ്ഞച്ചൻ. ചേട്ടാ നമ്മുടെ ഇവിടെ വരുന്ന ലൊക്കേഷൻ ഒന്ന് പറയുമോ? ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ കായംകുളത്തുനിന്ന് ചേപ്പാട് വരിക. കായംകുളം ചേപ്പാട്, അതായത് ഹരിപ്പാട് വന്നാലും നേരെ ചേപ്പാട് നിന്ന് പടിഞ്ഞാട്ട് വന്നു കഴിഞ്ഞാൽ ചൂളത്തര ജംഗ്ഷൻ. അതായത് NTPC റോഡ് നേരെ കയറി വരുന്ന ജംഗ്ഷനാണ് ചൂളത്തര ജംഗ്ഷൻ. ചൂളത്തര ജംഗ്ഷനിൽ ഗുരുമന്ദിരമുണ്ട്. ചൂളത്തര ജംഗ്ഷൻ നേരെ പടിഞ്ഞാറ് വരുമ്പോൾ ഗുരുമന്ദിരം. അവിടെ ശാലം തെക്കോട്ട് വരുമ്പോൾ കുരിശുമൂടുണ്ട്. അതിനോട് ചേർന്ന ഫാം. ഫാമിന്റെ പേര് വല്ലതും ഉണ്ടോ കേട്ടോ? ഫാമിന്റെ പേര് KK ഫിഷ് ഫാം. അപ്പൊ ഈ ഫാമിൽ വരുന്ന, അതായത് ഇപ്പൊ കണ്ടിട്ട് വരുന്ന കസ്റ്റമർ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ സാധനം കൊടുക്കും? കസ്റ്റമറിനും കൊടുക്കും. ഇത് നിങ്ങളുടെ നമ്പർ ഇവിടെ ഒന്ന് പറയുമോ? 9744871865. ഓക്കെ ചേട്ടാ, ഞണ്ടിനെ കെട്ടുന്നൊന്ന് കാണിച്ചു തരുമോ? കാണിച്ചു തരാം. നമ്മളിപ്പോ പിടിച്ച ഞണ്ടിനെ കെട്ടുക കേട്ടോ. ഇതിനെ 2 രീതിയിൽ കെട്ടാൻ പറ്റും. കാലൊക്കെ വെച്ച് നിൽക്കുമല്ലേ, ഒരു സംഭവം കൊടുത്ത് അപ്പൊ കടിയല്ല. ചവിട്ടി പിടിച്ച് ഇങ്ങനെ ചെയ്യണം. കണ്ടോ? ഇങ്ങനെ എടുത്തിട്ട് ഫസ്റ്റ് നമ്മൾ ഇവൻ്റെ വലിയ കാലങ്ങ് ബ്ലോക്ക് ഇത് ടൈറ്റ് ചെയ്യണം. എന്നിട്ട് അതിന് ഇങ്ങനെ ഒന്നും എടുത്ത് കെട്ടിയാൽ മതി. ഒരു റൗണ്ട് കൂടെ. ഒരു റൗണ്ടർ പുറത്തൂടെ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇവനെങ്ങും പോകത്തില്ല. കണ്ടോ? പരിപാടി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ പരിപാടി. നമുക്ക് അങ്ങനെ വേണേലും വിൽക്കുകയോ പിടിക്കുകയോ ഒക്കെ ചെയ്യാം, ഒരു കുഴപ്പമില്ല. കണ്ടോ? നമുക്ക് അങ്ങനെ വേണേലും എന്ത് വേണേലും ചെയ്യാം. ഞണ്ടിന് ഒരു പ്രശ്നമല്ല, നല്ല ഡീസന്റ് ഞണ്ടാണ്. ചേട്ടാ ഇങ്ങനെ ഒന്ന് പിടിച്ചേ.
ഇവിടെ അച്ചായൻ നമുക്ക് വേണ്ടി കുറച്ച് ഞണ്ടിനെയൊക്കെ പിടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. പിടിച്ചു വെച്ചേക്കെന്ന് പറയാനല്ലോ, പിടിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് തന്നെ പറയണം. കാരണം നിങ്ങൾ കണ്ടല്ലോ വെള്ളത്തിൽ ഇട്ടിട്ട് പിടിക്കുകയാണ്. നമ്മൾ ആ വലിപ്പം നോക്കണം. ആദ്യം ഒച്ചായൻ ഒരെണ്ണേ ഉള്ളതെന്ന് സംശയിച്ചുകൊണ്ട് അച്ചായനെ കൊണ്ട് വീണ്ടും നമ്മൾ പിടിപ്പിച്ചത്. അപ്പോൾ അച്ചായനോട് ഫാമിൽ എത്ര നാളായിട്ട് അച്ചായൻ്റെ എക്സ്പീരിയൻസ് ഉണ്ട്? ഞാൻ 2018 മുതലായി തുടങ്ങിയത്, ഫാം തുടങ്ങിയത്. 2018 തൊട്ട് ഈ ഒരു രേഖത്തുള്ള ഒരു കർഷകനാണ്. ഞണ്ട് വളർത്തൽ കർഷകനാണ്. അതെ. ഇതെനിക്ക് ആദ്യമൊക്കെ അത്ര വലിയ ഇതില്ലായിരുന്നു. പിന്നീട് എനിക്ക് ഫിഷറീസിന്റെ ട്രെയിനിങ് ഒക്കെ കിട്ടി. അവർ കോർഡിനേറ്റർ ആലപ്പുഴ കേന്ദ്രീകരിച്ച് തന്നെയാണോ കിട്ടിയത്? കേന്ദ്രീകരിച്ച് തന്നെ. എനിക്ക് അവർ ഇതിന്റെ ക്ലാസ്സിനൊക്കെ ഞാൻ പോയിട്ടുണ്ട്. പിന്നെ ഇതെന്റെ ഭൂമി തന്നെയാണ് ഇത് ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നിങ്ങൾ ഈ കൊച്ചു ഞണ്ടിനെ അതിന്റെ അകത്തോട്ട് അഴിച്ചു വിടുമോ? അത് വലിയ ഫാമിനകത്തോട്ട് അഴിച്ചു, വലിയ ഫാമിന്റെ അകത്ത് അഴിച്ചു വിടും. വലിയ ഫാമിനകത്തോട്ട് ചെറിയ ഞണ്ടിനെ അഴിച്ചു വിടും അല്ലേ? അഴിച്ചു വിടാനായിട്ടിരിക്കും ഈ ഞണ്ടെല്ലാം അങ്ങോട്ട് അഴിച്ചു വിടാനുള്ളത് അല്ലേ? ഈ ഞണ്ടെല്ലാം അഴിച്ചു വിടും. ഇത് ഒത്തിരി കുഞ്ഞു ഞണ്ടുകൾ കിടപ്പുണ്ട് കേട്ടോ. ഇതിനെല്ലാം അങ്ങോട്ട് അഴിച്ചു വിടാനുള്ളതാണ്. ഇതിൽ നിന്നുള്ള വാട്ടർ ഞണ്ടിനെയാണ് ഇപ്പുറത്തോട്ട് ഇടുന്നത് അല്ലേ? ഇതിനകത്ത് നിന്ന് ഒരു 3 മാസം കഴിയുമ്പോൾ തൊട്ട് ഇത് വളർന്നു വരും. അപ്പൊ നമ്മൾ 3 മാസം തൊട്ട് പിടിക്കാൻ തുടങ്ങും. 3 മാസം. ഈ ഞണ്ടിന് കൊടുക്കുന്ന ആഹാരമൊക്കെ എങ്ങനെയാണ്? ഇത് ഞങ്ങൾക്ക് ഈ നമ്മൾ ഏത് മത്സ്യം വേണേലും ഇത് തിന്നും, കഴിച്ചോളൂ. മത്തി, ഇങ്ങനെയുള്ള കൂരി, കാളാഞ്ചി, മറ്റേ ഇതുണ്ടല്ലോ ഈ കടിമീന്, അതെല്ലാം കഴിച്ചോളൂ. കഴിച്ചോളൂ, നമുക്ക് കിട്ടും സ്വസ്ഥമായിട്ട്. നമുക്ക് വില കുറവില്ല. ഇവിടെ കായലേരിയും കടലേരിയും ഒക്കെ അടുത്തായതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഇതായിട്ട് സാധനം കിട്ടില്ല. ഈ ഞണ്ടിനെയൊക്കെ നിങ്ങൾ, ഈ കുഞ്ഞു ഞണ്ടിനെയൊക്കെ നിങ്ങൾ എവിടെ നിന്ന് എടുക്കുന്നത്? ഞങ്ങളിത് കൊല്ലത്തുനിന്ന് എടുക്കും. റോജ സീ ഫുഡ്, പിന്നെ വിഷ്ണു സീ ഫുഡ് എന്നും പറഞ്ഞ 1000 എന്തെങ്കിലും ഒരു ഫാമുണ്ട്. ഈ ആ പാർട്ടിയുടെ ഞങ്ങൾ എടുക്കും. അവർ കളക്ട് ചെയ്ത് ഞങ്ങൾക്ക് തരും. നമുക്ക് എത്ര കിലോ വേണമെന്ന് വെച്ചാൽ അവർ കളക്ട് ചെയ്ത് നമുക്ക് തരും. ആ കുഞ്ഞിനെ കൊണ്ടുവന്ന് നിങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ട് പ്രത്യുൽപാദനം നടത്തി സെറ്റാക്കി ഇപ്പുറത്ത് എടുക്കും അല്ലേ? നിങ്ങൾ സാധാരണക്കാരൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇത് കൊടുക്കും? സാധാരണക്കാർക്കും കൊടുക്കും, ഓൾറെഡി എക്സ്പോർട്ടിനും കൊടുക്കും. ആര് വന്നാലും സാധനം കൊടുക്കും. ആ റേറ്റ് നമുക്ക് ഇവിടെ കിട്ടിയാൽ നമ്മൾ ഇവിടെ കൊടുക്കുന്നില്ല, ഇവിടെ തന്നെ കൊടുക്കും അല്ലേ? എന്തായാലും ഒരു അടിപൊളി പരിപാടിയാണ് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കർഷകർ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങളെപ്പോലുള്ളവർ നമ്മുടെ നാട്ടിലേക്ക് വരുന്നത് തന്നെ ഒരു വലിയ കാര്യം തന്നെയാണ്. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഞണ്ടൊക്കെ പഴയ പോലുള്ള ഒരു ഇതില്ലല്ലേ? അല്ല, കിട്ടും, നമുക്കിവിടെ കിട്ടുമ്പോൾ കൂടെ കുഴപ്പമില്ലല്ലോ. അതല്ല ഞാൻ ചോദിച്ചത്, മൊത്തത്തിൽ ഇപ്പം പഴയ കിട്ടുന്ന കൂട്ടം മൊത്തം ഇപ്പം ഫാമിലെ കാര്യമല്ല, പുറത്തൊക്കെ ഉള്ളത് ഞണ്ടെടുത്തേക്കുന്ന ഒരു വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പൊ അല്ലേ? അതിൽ നിന്നൊക്കെ ഒരു ശരിക്കും ഒരു മുക്തിയാണ് ഇങ്ങനെ ഒരു ഫാമിൽ. 100% വിജയ സാധ്യതയുള്ള ഒരു ബിസിനസ്സാണ്. എനിക്കിത് വിജയമാണ്. എനിക്ക് 100% വിജയമാണ്. നമ്മള് പിന്നെ ഞാൻ ഇവിടെ തന്നെ രാത്രി ഇവിടെ തന്നെ കിടക്കും. രാത്രിയാണ് ഇവിടെ തന്നെ കിടക്കുന്നത്. ഇവിടെ ക്യാമറയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ക്യാമറ ഉണ്ട്. അതുപോലെ തന്നെ ഞാൻ ഒരു സംശയം ചോദിച്ചിട്ടെ, ഇപ്പൊ ഈ ഒരു ഇത് പോകുന്നല്ലോ, ഓക്സിജൻ ചെല്ലുന്നല്ലോ, ഈ ഓക്സിജന്റെ ഇത് കറണ്ട് പോയി കഴിഞ്ഞാലോ? ജനറേറ്റർ ഉണ്ട്, ഇൻവെർട്ടർ ഉണ്ട്. അപ്പൊ എല്ലാ രീതിയിലും സുരക്ഷിതമായി കിടക്കാനുള്ള എല്ലാ സെറ്റപ്പും ഉണ്ടല്ലേ? ഓക്കെ. രാത്രിയിലൊക്കെ തന്നെ ഞാൻ ഇവിടെ തന്നെയാണ്, പകൽ ഇവിടെ തന്നെ നിൽക്കും. പിന്നെ അനിയൻ വരും, കുടുംബം, ഫാമിലി മെമ്പേഴ്സ് ആണ് സഹായം. അനിയനുണ്ട്. അപ്പോൾ കായൽ സൈഡിലുള്ള ഒരു അടിപൊളി ഫാമാണ് ഇപ്പം നമ്മൾ കണ്ടത്. അപ്പം ചേട്ടാ, ഇത് ചേട്ടൻ ഇത്രയും നാൾ തുടങ്ങിയിട്ട് നഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടോ? നഷ്ടം വന്നിട്ടില്ല. നഷ്ടമല്ല, ആദ്യം തൊട്ട് തന്നെ നിങ്ങൾക്ക് നമുക്ക് ഇച്ചിരി പ്രോഫിറ്റ് കുറവായിരുന്നേ ഉള്ളൂ. എന്നാൽ പിന്നീട് ഇപ്പം എനിക്ക് നല്ല ലാഭമാണ്. വർഷത്തിൽ എനിക്ക് 3-4 ലക്ഷം രൂപയ്ക്ക് അടുത്ത് എനിക്ക് കിട്ടുന്നുണ്ട്. ഇതിൽ നിന്ന് വരുമാനം കിട്ടും. ഇതെങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ? ശരിക്കും പറഞ്ഞാൽ വെള്ളത്തിന്റെ ഒക്കെ ബുദ്ധിമുട്ട് ശരിക്കും ആദ്യം ചില കർഷകരൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. വെള്ളത്തിന്റെ ഒക്കെ ബുദ്ധിമുട്ട്. വെള്ളത്തിന്റെ ബുദ്ധിമുട്ടില്ല. കായംകുളം കായലിനോട് ചേർന്നാണല്ലോ എന്റെ ഫാം കിടക്കുന്നത്. കായംകുളം കായലിനോട് ചേർന്ന് തന്നെയാണല്ലേ? നല്ല നീരൊക്കെ ഉള്ള സ്ഥലം, ഏറ്റവും. അത് കൂടാതെ തന്നെ ഇത്തിരി എന്തായാലും ഞാൻ വേറെ ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ ഇച്ചിരി ഓക്സിജൻ എല്ലാം കുറവാണെന്നുണ്ടെങ്കിൽ ഇത് റെഡി ആയിക്കോളൂ. എൻ്റെ ഞണ്ടൊന്നും ഡെഡ് ആകത്തില്ല. വേറെ ഇട്ട് കഴിഞ്ഞാൽ ഞണ്ടൊന്നും ഡെഡ് ആകത്തില്ല. അപ്പോൾ ഈ ഞണ്ടുകളെല്ലാം പക്ക സെറ്റപ്പിൽ തന്നെ വളർന്നുകൊണ്ടിരിക്കുന്നത്. അതിന് നാച്ചുറലായിട്ട് തന്നെ വളരും. മൊത്തം നാച്ചുറൽ പരിപാടി മാത്രമേ ഉള്ളൂ. നാച്ചുറലായിട്ട് തന്നെ വളരും. അല്ല, നമ്മൾ മറ്റേ ഫാം ആണെങ്കിലും നാച്ചുറൽ സെറ്റപ്മെന്റ് ആണ്. നിങ്ങൾക്ക് ഇതിൽ നിന്ന് എവിടുന്ന ഈ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ശരിക്കും കിട്ടുന്ന? ഫിഷറീസിന്റെ അവർ പക്കയായിട്ട് തന്നെ ട്രെയിനിങ്ങും കാര്യങ്ങളും ഒക്കെ തരുന്നുണ്ട് അല്ലേ? അങ്ങനെയാണ്. ഇതിന് എല്ലാ മാസവും അവരിവിടെ വന്ന് ചെക്ക് ചെയ്യാൻ വരും. കോർഡിനേറ്റർ ഉണ്ട് ഫിഷറീസിന്റെ കായംകുളത്തുനിന്ന്. അത് ശരി. അവരെല്ലാ മാസവും വരും. എല്ലാ മാസവും വന്ന് ചെക്ക് ചെയ്തിട്ട് നോക്കും. എന്തെങ്കിലുമൊക്കെ നമുക്ക് എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടെങ്കിൽ പരാതി ഉണ്ടെങ്കിൽ അവർ പറയാം. അവർ നേരിട്ട് എല്ലാ കാര്യങ്ങളും വന്ന് ചെക്ക് ചെയ്യും. ഒരു ശരിക്കും പറഞ്ഞാൽ കലക്കം പരിപാടിയാണ് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ ചേട്ടനെ കൊണ്ട് ഫിഷറി ഓഫീസർ കഴിഞ്ഞ മാസം വന്നായിരുന്നു. കഴിഞ്ഞ മാസം വന്നു. കോർഡിനേറ്റർ വരും. എല്ലാ മാസവും വരും. നല്ല സഹകരണമാണ്. നല്ല ഹെൽപ്പാണ്. നല്ല ഹെൽപ്പ്.
അല്ലാതെ എനിക്ക് സാമ്പത്തിക സഹായം കിട്ടിയിട്ടുണ്ട്. ഇതിന് സാമ്പത്തിക സഹായം കിട്ടിയിട്ടുണ്ട്. ചേട്ടന് ഇത് ഒരു വർഷം ഇതിന് എത്ര രൂപ വരുമാനം കിട്ടും? വരുമാനം ഒരു വർഷം എനിക്ക് 3 ലക്ഷം രൂപയുണ്ട്. 3 ലക്ഷം രൂപ വരുമാനം പ്രോഫിറ്റ് മാത്രമായിട്ട് കിട്ടുന്നുണ്ട്. ഈ ഒരു ഫാമിൽ നിന്ന് മാത്രമാണ് ചേട്ടൻ മാത്രമാണോ ചേട്ടൻ ഇത്രയും രൂപ ഞാൻ എക്സർവീസ്മാനായിരുന്നു. എക്സർവീസ് ആയിരുന്നു, ഒരു പട്ടാളക്കാരനായിരുന്നു പുള്ളി. അതിൽ നിന്നും കർഷകത്തിലേക്ക് കൃഷിക്കായിട്ട് ഇറങ്ങുകയായിരുന്നു അല്ലേ? അതെ അതെ, വേറെ ഒരു ജോലിക്കും പോയിട്ടില്ല. ഒരു ജോലിക്ക് പെൻഷനായതിനു ശേഷം ഇന്നൊരു സ്വന്തമായിട്ടുള്ള പറമ്പിൽ തന്നെ കൃഷി ചെയ്ത് നല്ല അടിപൊളി. ഓരോരുത്തരും വെള്ളം കിടക്കുന്ന സ്ഥലം നികത്തിക്കൊണ്ടിരിക്കുമ്പം ഇവിടെ ഒരു മിലിറ്ററി മാനാണ് പുള്ളിയാണ് അവിടുന്ന് വന്ന് ഇവിടെ വന്ന് ആ വെള്ളത്തിൽ നല്ല അടിപൊളിയായിട്ട് കൃഷി ചെയ്ത് നല്ല അടിപൊളി ഞണ്ടൊക്കെ വെച്ച് സെറ്റാക്കുന്ന പരിപാടിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചേട്ടാ. എന്തായാലും പൊളിയായിട്ടുണ്ട് ചേട്ടാ. ചേട്ടൻ ഇതിനെപ്പറ്റി വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? മറ്റു ഒരു തലമുറയ്ക്ക് ഒരു എന്തെങ്കിലും തലമുറ ഇതുപോലെ നമ്മുടെ നാട്ടിൽ ഇതുപോലെ ബിസിനസ് ഒക്കെ ചെയ്ത പ്രവൃത്തിയാണ് വിജയമാണ്. 100% വിജയം. 100% വിജയമാണ്. വെള്ളം ഏറ്റവർക്കും വേണം, പിന്നെ ഒരു ജലാശയമായിരിക്കണം. അതേ ഉള്ളു. അവർക്ക് ചേട്ടന് ഇതിനായിട്ട് കൊടുക്കാനായിട്ടുള്ളൊരു നിർദ്ദേശമുണ്ടോ? കാരണം എല്ലാവരും ബിസിനസ് എന്നും പറഞ്ഞുകൊണ്ട് പല ബിസിനസ്സിലേക്ക് പോകുന്നുണ്ട്. നമ്മൾ കൾട്ടിവേഷൻ അല്ലേ, അഗ്രികൾച്ചർ പോലെ കൾട്ടിവേഷൻ അല്ലേ. ആത്മാർത്ഥത ഉണ്ടെങ്കിൽ 100% വിജയിക്കും. തീർച്ചയായിട്ടും. ഞാനെന്ന് പറയുമ്പോൾ ഞാൻ ഇവിടെ തന്നെ രാത്രി ഉറങ്ങുന്നതിന്റെ കൊതുവെല്ലാം ഷെഡ് ഒക്കെ ഉണ്ട്. ഷെഡുണ്ട്, ക്യാമറ ഉണ്ട്. ചേട്ടൻ ഇതിന്റെ അകത്ത് കിടന്ന ഉറങ്ങുന്ന കേട്ടോ. ഈ ഒരു ശല്യമില്ല, സ്വസ്ഥം സമാധാനം, അടിപൊളി കൃഷി. ഓക്കെ ചേട്ടാ. എവിടെയായിട്ടാ അയക്കുന്നത്? എവിടെ മദ്രാസിന് അയച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം പോകുന്നത് സിംഗപ്പൂരിന്. ഇന്ന് നമ്മൾ ഇവിടെ പിടിക്കുന്ന ഞണ്ട് ഇന്ന് കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ ബുക്ക് ചെയ്താൽ നാളെ രാവിലെ 7:30 ആകുമ്പം മദ്രാസിൽ ചെല്ലും. മദ്രാസിൽ നിന്ന് കമ്പനിക്കാർ കളക്ട് ചെയ്ത് നേരെ ഫ്ലൈറ്റ് സിംഗപ്പൂരിന്. ഓ അത് ശരി. ഇത് നല്ല അടിപൊളി സിംഗപ്പൂരുകാരൊക്കെ തിന്നുന്ന ഞണ്ടാ കേട്ടോ. നമ്മുടെ നാട്ടുകാരൊക്കെ ഉണ്ട് വന്ന് പെട്ടെന്ന് വന്ന് സാധനം വാങ്ങിച്ചോണ്ട് പൊക്കും. ഇതാണ് നമുക്ക് പറയാനുള്ളത്. ചേട്ടാ ഇതാ കൊച്ചു ഞണ്ട അല്ലേ? ഇത് തീരെ പൊടി ഞണ്ടാണ്. ഇപ്പൊ ഈ ഞണ്ടിനെ ഓൾറെഡി ഇതിന്റെ അകത്തോട്ട് തുറന്നു വിടുന്ന ഒരു പരിപാടിയാണ് കാണിക്കുന്നത് കേട്ടോ. ഈ സൈസ് ഞണ്ടിനെയാണ് ഇറക്കി വിടുന്നത്. ഈ സൈസ് ഞണ്ടല്ലേ? അത് പച്ച കളർ ഉണ്ടല്ലേ? പച്ച കളർ ഉണ്ടായിരിക്കണം. ഇത് നല്ല 2 കാലും വേണം. ഇതെല്ലാം നമ്മൾ നോക്കി ചെക്ക് ചെയ്ത് നല്ല ബെസ്റ്റ് ക്വാളിറ്റി ഗ്രേഡ് ചെയ്ത് ഇങ്ങോട്ട് വിടണം. കണ്ടോ, ഞണ്ടിനെ ഇറക്കി വിടുന്ന രീതിയാണ് കാണിക്കുന്നത് കേട്ടോ. അമ്പോ സെറ്റ് രണ്ടാളിയെ പോകുന്ന പോക്കണ്ട. അപ്പം എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ഒരു നല്ല വീഡിയോയുമായി വീണ്ടും വരുന്നവരെ ബൈ. ആരെങ്കിലും ഒക്കെ എടുക്കും.